ഇന്ത്യൻ ക്രിക്കറ്റിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് റൺസും സെഞ്ചുറികളും ട്രോഫികളുമാണ്. പക്ഷേ ഒരു താരത്തിന്റെ കരിയർ മാറ്റിമറിക്കുന്നത് പലപ്പോഴും ഒരു ചെറിയ സംഭാഷണമായിരിക്കും. ഇപ്പോൾ അത്തരമൊരു അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ. 2026 T20 ലോകകപ്പിനിടെ തനിക്ക് ഏറ്റവും പ്രയാസകരമായ സമയമായിരുന്നു തുടക്കമെന്ന് സഞ്ജു പറയുന്നു. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയ്ക്ക് ശേഷം ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു താൻ. മാനസികമായി തളർന്നുപോയെന്നും ഇനി എന്ത് സംഭവിക്കുമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നും സഞ്ജു തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു സമയത്താണ് മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ സഞ്ജുവിനെ സമീപിച്ചത്. രോഹിത് സഞ്ജുവിനോട് പറഞ്ഞത് വളരെ ലളിതമായ ഒരു കാര്യമായിരുന്നു: അവസരം വരും, തയ്യാറായിരിക്കെ, നിന്നെ കളിപ്പിക്കും. എന്നാൽ ആ സമയത്ത് അത് വിശ്വസിക്കാൻ തനിക്കായില്ലെന്നാണ് സഞ്ജു ഇപ്പോൾ പറയുന്നത്. സത്യത്തിൽ ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണെന്ന് മാത്രമാണ് കരുതിയത് എന്നാണ് സഞ്ജുവിന്റെ വാക്കുകൾ. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ടീമിൽ സ്ഥാനമുറപ്പില്ല, പ്ലേയിങ് 11 അവസരം ലഭിക്കുന്നില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ലോകകപ്പിന്റെ ഭാഗമാണ്, എന്നാൽ അകത്തൊരു കളിക്കാരൻ അനുഭവിക്കുന്ന സമ്മർദ്ദം മറ്റൊന്നാണ്. എന്നാൽ രോഹിത് അവിടെ നിർത്തിയില്ല. വീണ്ടും വീണ്ടും ഒരു കാര്യം പറഞ്ഞു: നിരാശപ്പെടരുത്, അവസരം കിട്ടുമ്പോൾ തയ്യാറായിരിക്കണം. രോഹിത്തിന് സഞ്ജുവിന്റെ മാനസികാവസ്ഥ മനസ്സിലായെന്നും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സംസാരിച്ചതെന്നും പിന്നീട് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സംഭവിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ മറക്കില്ല. ലോകകപ്പിൽ പിന്നീട് സഞ്ജുവിന് അവസരം ലഭിച്ചു. ആ അവസരം അദ്ദേഹം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിൽ പുറത്താകാതെ 97 റൺസ്, സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ മറ്റൊരു വെടിക്കെട്ട്, ഫൈനലിൽ നിർണായക ഇന്നിംഗ്സ്. അവസാനം ഇന്ത്യ ലോകകപ്പ് കിരീടം നിലനിർത്തി. സഞ്ജു സാംസൺ ടൂർണമെന്റിലെ മികച്ച താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ നേട്ടത്തിന് ശേഷം സഞ്ജു ഒരു കാര്യം തുറന്നു പറയുന്നു. ആദ്യം വിശ്വസിക്കാത്ത രോഹിത്തിന്റെ വാക്കുകൾ പിന്നീട് യാഥാർത്ഥ്യമായി. ഒരു ക്യാപ്റ്റൻ എന്നത് ടോസ് ജയിക്കുകയും ഫീൽഡ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ആളല്ല. ഒരു താരത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ അയാളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ആളുമാണ് യഥാർത്ഥ നായകൻ. രോഹിത് ശർമ്മ സഞ്ജുവിന് വേണ്ടി ചെയ്തത് അതായിരുന്നു. പലപ്പോഴും ആരാധകർ കാണുന്നത് സ്കോർ ബോർഡാണ്, പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ നടക്കുന്ന ഇത്തരം ചെറിയ സംഭാഷണങ്ങളാണ് വലിയ കരിയറുകൾ സൃഷ്ടിക്കുന്നത്. സഞ്ജുവിന്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. ഒരു വാചകം, ഒരു വിശ്വാസം, ഒരു പിന്തുണ, അതായിരുന്നു പിന്നീട് ലോകകപ്പ് ചരിത്രത്തിന്റെ ഭാഗമായത്. ഇത് സഞ്ജുവിന്റെ മാത്രം കഥയല്ല. ഓരോ കായിക താരത്തിന്റെയും ജീവിതത്തിൽ ഇത്തരം ഒരു ഘട്ടമുണ്ടാകും. എല്ലാം അവസാനിച്ചുവെന്ന് തോന്നുന്ന സമയം, ആ സമയത്ത് ഒരാൾ നിനക്ക് അവസരം വരും എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കും. സഞ്ജു സാംസന്റെ അനുഭവം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മറ്റൊരു പ്രധാന കാര്യം, സഞ്ജു രോഹിത്തിന്റെ വാക്കുകൾ ഉടൻ വിശ്വസിച്ചില്ലെന്ന് തുറന്നു പറയുന്നു എന്നതാണ്. അതിൽ കൃത്രിമത്വമില്ല. അന്ന് തന്റെ മാനസികാവസ്ഥ അത്ര മോശമായിരുന്നു. പക്ഷെ പിന്നീട് രോഹിത്തിന്റെ വാക്കുകൾ ഓരോന്നായി യാഥാർത്ഥ്യമായപ്പോൾ ഒരു ക്യാപ്റ്റന്റെ വിശ്വാസത്തിന്റെ വില തനിക്ക് മനസ്സിലായെന്ന് സഞ്ജു പറയുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ പല ക്യാപ്റ്റന്മാരും ഉണ്ടായിട്ടുണ്ട്, പല വലിയ ഇന്നിംഗ്സുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു താരത്തെ തളർച്ചയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ് ഏറ്റവും വലിയ നേതൃത്വത്തിന് തെളിവ്. അതും അദ്ദേഹം ആ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചിട്ട് പോലും. സഞ്ജു സാംസണും രോഹിത് ശർമ്മയും തമ്മിലുള്ള ഈ കഥ അതിനുള്ള മികച്ച ഉദാഹരണമാണ്. ഇന്ന് ലോകകപ്പ് വിജയവും വ്യക്തിഗത നേട്ടങ്ങളും ആഘോഷിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചെറിയൊരു സംഭാഷണത്തിന്റെയും ഒരു വിരമിച്ച ക്യാപ്റ്റന്റെ വിശ്വാസത്തിന്റെയും വലിയ പങ്കുണ്ടായിരുന്നുവെന്ന് സഞ്ജു തന്നെയാണ് ഇപ്പോൾ ലോകത്തോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥ ക്രിക്കറ്റിനെ കുറിച്ച് മാത്രമല്ല, വിശ്വാസത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും അവസരം വരുന്നതുവരെ തയ്യാറായി നിൽക്കുന്നതിനെ കുറിച്ചുമാണ്.